പരസ്പരം സ്നേഹമില്ലാത്ത കലഹത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാവണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഹബീബായ തങ്ങൾ പറയാണ്, ഇന്നർ റജുല ഇദാ നളറ ഇലംറഅതിഹി ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ ഒന്ന് നോക്കിയാൽ, വനളറത് ഇലൈഹി ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കും സ്നേഹത്തോടുകൂടെ ഇഷ്ടത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒന്ന് നോക്കിയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നളറല്ലാഹു ഇലൈഹിമാ അവർ രണ്ടു പേരിലേക്കും അല്ലാഹു നോക്കുന്നതാണ്. ആ ഭാര്യയിലേക്കും ഭർത്താവിലേക്കും അല്ലാഹു നോക്കും. നളറത റഹ്മത്തിൻ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടം അല്ലാഹു അവരിലേക്ക് നോക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക്, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ നോക്കണം, അല്ലാതെ വെറുപ്പോടുകൂടെ അല്ല കേട്ടോ. ഇഷ്ടത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒന്ന് നോക്കിയാൽ നളറല്ലാഹു ഇലൈഹിമാ അവർ രണ്ടു പേരിലേക്കും അല്ലാഹു നോക്കുന്നതാണ്. നളറത റഹ്മത്തിൻ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു അവരിലേക്ക് നോക്കുമത്രേ. അല്ലാഹുവിന്റെ നോട്ടം ഒരാൾക്ക് ലഭിച്ചാൽ അവൻ രക്ഷപ്പെടുമല്ലോ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലേക്ക് റബ്ബിന്റെ നോട്ടമുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാകും, അവരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് മുഖാമുഖമെന്ന് നോക്കണം കേട്ടോ. വീണ്ടും ഹബീബായ തങ്ങൾ പറയാണ്, ഫഇദാ അഖദ ബികഫിഹാ ഭർത്താവ് തന്റെ ഭാര്യയുടെ കൈയൊന്ന് പിടിച്ചാൽ, ഭർത്താവ് തന്റെ ഭാര്യയുടെ കൈയൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ, തസാഖതത് ദുനൂബഹുമാ അവരെ രണ്ടുപേരുടെയും ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഭർത്താവിന്റെ കൈ ഭാര്യ, ഭാര്യയുടെ കൈ ഭർത്താവ് ഒന്ന് ഇഷ്ടത്തോടുകൂടെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ രണ്ടു പേരുടെയും ദോഷം ആ പിടുത്തത്തോടുകൂടെ കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവുണ്ടെങ്കിൽ, ഭർത്താവിനെ ഇഷ്ടപ്പെടാത്ത ഭാര്യയുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ കലഹങ്ങളായി കഴിഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ സ്നേഹം വേണോ, സന്തോഷം വേണോ? അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം മുഖാമുഖമൊന്ന് നോക്ക്. കുറച്ച് സമയം ഇരുന്നു കൊണ്ട് പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ. എന്നാൽ